എല്ലാവർക്കും സ്കൂൾ വിശേഷത്തിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ 4ാമത്തെ അധ്യായമാണ് ഇന്ന് പഠിക്കാനുള്ളത്. മാനത്ത് നോക്കുമ്പോൾ. പുസ്തകത്തിൽ ചെറിയൊരു കവിതാഭാഗവും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇതിൽ മുത്തശ്ശി ആകാശത്തേക്ക് നോക്കുന്നു, എന്നിട്ട് പറയുന്നുണ്ട്, എന്താ തീക്കട്ട പോലെ എന്ന് രാജു മുത്തശ്ശിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വാന നിരീക്ഷണം, ആകാശം കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു ചിത്രം പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്? നക്ഷത്രങ്ങളുണ്ട്, ചന്ദ്രനുമുണ്ട്, മറ്റു വാൽ നക്ഷത്രങ്ങളെയും ഇടയ്ക്ക് കാണാം. അപ്പോൾ ഇവയുടെ ചിത്രം കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് പെയിൻറ് ഉപയോഗിച്ച് വരയ്ക്കുക എന്നതാണ് ഇന്നത്തെ പ്രവർത്തനം. അതിനായിട്ട് ടെക്സ്റ്റ് പെയിൻറ് തുറക്കുക. സ്ക്രീനിൻ്റെ ഇടതുവശത്തായിട്ട് ടൂൾസ് മെനു കാണാം. ഇതിൽ പെയിൻറ്, സ്റ്റാമ്പ്, ക്വിറ്റ് എന്നിങ്ങനെ നിരവധി ടൂളുകളുണ്ട്. ഓരോന്നിൻ്റെയും സബ് ടൂളുകളും നൽകിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പെയിൻറ് ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിവിധ തരം ബ്രഷുകളും സ്റ്റാമ്പിൽ ചിത്രങ്ങളും ടെക്സ്റ്റിൽ അക്ഷരങ്ങളും ലഭിക്കുന്നു. ന്യൂ, അതായത് പുതിയ ഷീറ്റ് ക്ലിക്ക് ചെയ്താൽ ഏത് പശ്ചാത്തല നിറത്തോടു കൂടിയ ഷീറ്റ് വേണമെന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് നേരെ പ്രവർത്തനത്തിലേക്ക് പോകാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, അവിടെ നിന്ന് താഴോട്ട് മൗസിന്റെ നടുക്കത്തെ ബട്ടൺ സ്ക്രോൾ ചെയ്താൽ ഏറ്റവും താഴെ ടെക്സ്റ്റ് പെയിന്റ്. ടെക്സ്റ്റ് പെയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ ടെക്സ്റ്റ് പെയിന്റിന്റെ ജാലകം തുറന്നു വന്നു കഴിഞ്ഞു. അതിൽ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ ചിത്രങ്ങൾ അല്ലെങ്കിൽ ജാലകത്തിൻ്റെ നിറം ഒക്കെ മാറ്റാനായിട്ട് സാധിക്കുന്നത്. ഇതാ ഈ ജാലകം തുറന്നു വന്നു, ന്യൂ ഓപ്പണായി. അതിൽ ആകാശത്തിൻ്റെ നിറം ഏതാണ്? കറുപ്പാണ്. അപ്പോൾ കറുപ്പ് ക്ലിക്ക് ചെയ്തു, അത് ഓപ്പൺ ചെയ്തു. അപ്പം ക്യാൻവാസ് മുഴുവൻ കറുപ്പ് നിറമായി. നമുക്ക് ആകാശം കിട്ടി. ഇനി അടുത്തതായിട്ട് നക്ഷത്രങ്ങളെ ചേർക്കണം. അതിനായി ഇടതുവശത്ത് മുകളിൽ കാണുന്ന പെയിൻറ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ വലതുവശത്ത് ബ്രഷസ് എന്നും പറഞ്ഞ കുറേ സബ് ടൂളുകൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിൽ ത്രികോണവും ചതുരവും അതുപോലെ പല രൂപങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യം നക്ഷത്രത്തെയാണ്. അതിനായിട്ട് നമ്മൾ നക്ഷത്രത്തിൽ ക്ലിക്ക് ചെയ്തു. തൊട്ട് താഴെ ഇഷ്ടമുള്ള നിറം നൽകി അതിനുശേഷം ഇപ്രകാരം കൊണ്ടുവന്ന് ക്യാൻവാസിൽ കൊണ്ടുവന്ന് ഒറ്റത്തവണ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നൽകിയിരിക്കുന്ന നക്ഷത്രം അത്ര ഭംഗി വന്നില്ല. അത് കാരണം നമുക്ക് മറ്റൊരു നക്ഷത്രം തിരഞ്ഞെടുക്കാം. ക്ലിക്ക് ചെയ്തു. താഴെ വെള്ള നിറം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ക്രീനിൽ കൊണ്ടുവന്ന് ക്യാൻവാസിൽ കൊണ്ടുവന്ന് ഒരു തവണ ക്ലിക്ക് ചെയ്യാനേ പാടുള്ളൂ. അറിയാതെ ക്ലിക്ക് ചെയ്ത് വലിച്ചാൽ ഇതുപോലെയാകും. പേടിക്കേണ്ട. നമുക്ക് അൺഡു ഓപ്ഷൻ ടൂൾസിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു മാറ്റൂ. നമുക്ക് ഈ നിറം ഒന്ന് മാറ്റി നൽകി നോക്കാം. മഞ്ഞ നക്ഷത്രം അതുപോലെ വെള്ള നക്ഷത്രത്തെയും നമുക്ക് ഇടകലർത്തി ഇവിടെ ക്യാൻവാസിൽ നൽകാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറവും നൽകി നക്ഷത്രങ്ങളെ മനോഹരമാക്കാവുന്നതാണ്. അതിനായിട്ട് വിവിധ നിറങ്ങൾ താഴെ കളേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ വിവിധ നിറങ്ങൾ നൽകി ആകാശത്തെ മനോഹരമാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പുസ്തകത്തിൽ കാണുന്നത് പോലെ ചന്ദ്രനെ ചേർക്കേണ്ടതുണ്ട്. അതിനായി ടൂൾസ് എന്ന മെനുവിൽ, ഇടതുവശത്തെ ടൂൾസ് എന്ന മെനുവിൽ സ്റ്റാമ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വലതുവശത്ത് സ്റ്റാമ്പ്സ് എന്ന സബ് ടൂൾസ് വന്നു. അതിൽ നിന്നും താഴെ ആരോ മാർക്ക് നൽകിയിട്ടുണ്ട്. അതിലെ ഇടത്തോട്ടുള്ള ആരോ മാർക്കിൽ ഒരു 4-5 തവണ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സാറ്റലൈറ്റിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്നിട്ട് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ചന്ദ്രൻ്റെ, രാത്രിയിൽ ചന്ദ്രനാണല്ലോ പ്രകാശിച്ച് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ ചിത്രം ചേർക്കണം. അതിനായി ചന്ദ്രനിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. അതിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ താഴെ കൂട്ടി കുറച്ച് ഇതുപോലെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. സ്ഥാപിക്കാനായിട്ട് ക്യാൻവാസിൽ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മതി. ചന്ദ്രനെ കൂടാതെ മറ്റ് ഗ്രഹങ്ങളുമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയെയോ അതുപോലെ വ്യാഴം അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളെയോ നിങ്ങൾക്ക് അവിടെ സ്ഥാപിക്കാവുന്നതാണ്.
അവയുടെ വലിപ്പം കൂട്ടണമെങ്കിൽ താഴെ സബ് ടൂൾസിൽ സ്റ്റാമ്പ്സ് എന്നുള്ളതിൽ ഏറ്റവും താഴെ സബ് ടൂൾസിൽ വലിപ്പം കൂട്ടാനായിട്ട് ഇതുപോലെയുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. വലുതാക്കി വേണമെങ്കിൽ സ്ഥാപിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പ്രവർത്തനം സേവ് ചെയ്ത് വെക്കാം. ടൂൾസിൽ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. സേവായി. ഇത്രയുമാണ് ഇന്നത്തെ പ്രവർത്തനം. നമുക്ക് ഈ പ്രവർത്തനം മതിയാക്കാം. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.